ഈ മൊഹബത്തിൻ്റെ താക്കോലെന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന നമ്മുടെ ഫുഡിലാണെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഓരോ ഫുഡും ആസ്വദിച്ച് മനസ്സിന് സന്തോഷം നൽകി നമ്മൾ അത്രമേ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും എല്ലാം കൂടെ ഒത്തുണക്കി ഒരു ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി നമ്മളുടെ മുമ്പിൽ ആര് നിൽക്കുന്നോ അവരുടെ മുമ്പിൽ നമ്മൾ ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. ആ പുഞ്ചിരിയാണ് കേട്ടോ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. അങ്ങനൊരു പുഞ്ചിരി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ കാണത്തില്ല. ഒരുപാട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ അതിനൊരു മണവും ഗുണവും ഒക്കെ ഉണ്ടാവുമെന്ന് പറയത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനിറങ്ങിയ എൻ്റെ പൊന്നുമോൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഉമ്മി, എനിക്കിന്ന് ഒരു മീൻ വാഴയിലേക്കകത്ത് പൊള്ളിച്ച് തരുമോന്ന്. രാത്രിയിൽ ഏതോ വീട് കണ്ടിട്ട് കിടന്നിട്ട് അത് കണ്ട് കൊതിമൂത്തതാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ മീനാണിട്ട് എന്താ ഇതുപോലെ കുഞ്ഞയില. പിന്നെ കുഞ്ഞയിലെന്നോ വലിയ ഇലയെന്നൊന്നും നോക്കാൻ നിന്നില്ല. നമ്മുടെ കുഞ്ഞൊരാഗ്രഹം പറഞ്ഞതില്ലേ, അതങ്ങ് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അപ്പം ഞാൻ അതങ്ങോട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ദാ ഇത്രയേ ഉള്ളു പണി. ആ വാഴയിലേക്കകത്ത് അങ്ങോട്ട് പൊള്ളിച്ച് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ആ മസാല മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എന്താ ടേസ്റ്റാണെന്നറിയാമോ?